ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ 4 പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയതായി വിദേശ വ്യവസായി പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച വ്യവസായിയാണ് മൊഴി നൽകിയത്. ഡി മണി എന്നറിയപ്പെടുന്ന ചെന്നൈ സ്വദേശിയാണ് വിഗ്രഹങ്ങൾ വാങ്ങിയതെന്നും ഇടനില വഹിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നും വ്യവസായി മൊഴി നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ പുരാവസ്തു കടത്താണ് എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. ഇതിന് പിന്നാലെ ചെന്നിത്തല സൂചിപ്പിച്ച വ്യവസായിയുടെ കൂടി മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ശബരിമലയിലെ പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയെന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് വ്യവസായിയിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ശബരിമലയിലെ 4 പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയതായാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. ഇത് വാങ്ങിയിരിക്കുന്നത് തമിഴ്നാട് ചെന്നൈ സ്വദേശിയായ ഡി മണി എന്ന ആളാണെന്നും വ്യവസായി മൊഴി നൽകിയിട്ടുണ്ട്. 2019-20 കാലഘട്ടത്തിലാണ് വിഗ്രഹങ്ങൾ കടത്തിയതായി പറയുന്നത്. ഡി മണി പുരാവസ്തു കടത്ത് സംഘത്തിന്റെ ഭാഗമാണെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന സൂചന. 2020 ഒക്ടോബർ 26 തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു പണം കൈമാറിയത്. ഡി മണി നേരിട്ടെത്തിയായിരുന്നു പണം നൽകിയത്. ശബരിമലയുമായി അടുത്ത ബന്ധമുള്ള ഒരു ഉന്നതനാണ് പണം വാങ്ങിയതെന്നാണ് വിവരം. ഇതിന് ഇടനില നിന്നത് നിലവിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 1-ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നും വ്യവസായി മൊഴി നൽകിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണം ഒരു വശത്തുകൂടി നീങ്ങുന്നതിനിടെയാണ് പുരാവസ്തു കടത്തും ചർച്ചയാകുന്നത്. ഡി മണിയെ കണ്ടെത്താനാണ് SITയുടെ തീരുമാനം. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റിവെച്ചു. ഹർജിയിൽ മറുപടി നൽകാൻ സർക്കാരിന് സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകി. സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നും സ്പോൺസർ എന്ന നിലയിൽ 2019 മുൻപ് പലപ്പോഴായി 84 ലക്ഷം രൂപയുടെ സംഭാവന ശബരിമലയ്ക്ക് നൽകിയിട്ടുണ്ടെന്നുമാണ് ഗോവർദ്ധനൻ ഹർജിയിൽ പറയുന്നത്. ഗോവർദ്ധനന്റെ ജാമ്യാപേക്ഷ ഡിസംബർ 30 വീണ്ടും പരിഗണിക്കും. കേസിൽ ഉൾപ്പെടുത്തി തന്റെ സ്വന്തം സ്വർണം SIT പിടിച്ചെടുത്തുവെന്നാണ് ഗോവർദ്ധനന്റെ ആരോപണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഹർജി ഹൈക്കോടതി അല്പസമയത്തിനകം പരിഗണിക്കും. SIT അന്വേഷണം ഉന്നതരിലേക്ക് എത്തുന്നില്ല എന്നാണ് ഹർജിയിലെ ആരോപണം. അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും തൊണ്ടി മുതൽ കണ്ടെത്താത്തത് SITക്ക് വലിയ തിരിച്ചടിയാണ്. ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു. UDF മുന്നണി വിപുലീകരണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ. PV അൻവറിനെ മുന്നണിയിൽ എടുത്തതിൽ വിമർശനവുമായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ രംഗത്തെത്തി. അവസര സേവകന്മാരുടെ അവസാന അഭയകേന്ദ്രമായി UDF മാറരുതെന്നും ഘടകകക്ഷിയായി പ്രവർത്തിക്കുമ്പോൾ PV അൻവർ ആ രൂപത്തിലുള്ള മാന്യതയോടെ പ്രവർത്തിക്കണമെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസിനെ അസോസിയേറ്റ് അംഗമായി കഴിഞ്ഞ ദിവസം UDFൽ ഉൾപ്പെടുത്തിയിരുന്നു. പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എവിടെ മത്സരിക്കുമെന്ന ചർച്ചയും സജീവമായിട്ടുണ്ട്. അതേസമയം പല ഘട്ടത്തിലും മുന്നണിയെ പ്രതിരോധത്തിലാക്കിയ അൻവറിനെ കൂടെ കൂട്ടിയ നടപടിയെ എതിർത്ത് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. അവസര സേവകന്മാരുടെ അവസാന അഭയകേന്ദ്രമായി UDF മാറരുതെന്ന് KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിച്ചു. PV അൻവർ കുറച്ചുകൂടി സംയമനം പാലിക്കണം. ഘടകകക്ഷിയായി പ്രവർത്തിക്കുമ്പോൾ ആ രൂപത്തിലുള്ള മാന്യതയോടെ പ്രവർത്തിക്കണമെന്നും ഐക്യജനാധിപത്യ മുന്നണിയുടെ നിലപാടുകളുമായി യോജിക്കുന്നവരെ മാത്രമേ ഉൾപ്പെടുത്താവൂ എന്നും മുല്ലപ്പള്ളി പറഞ്ഞു വെക്കുന്നുണ്ട്. PV അൻവർ തീർച്ചയായിട്ടും കുറച്ചുകൂടി സംയമനം പാലിക്കണം. അദ്ദേഹം കുറച്ചുകൂടി ഒരു അനുസരണയില്ല. ഒരു ഘടകകക്ഷിയായിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോൾ ആ രൂപത്തിലുള്ള ചില മാന്യതയോടുകൂടി അദ്ദേഹം പോകണമെന്നാണ് എനിക്ക് വിനീതനായിട്ട് പറയാനുള്ളത്. അവസര സേവകന്മാരുടെ ഒരു അവസാനത്തെ അഭയകേന്ദ്രമായിട്ട് ഐക്യജനാധിപത്യ കക്ഷി മാറുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പോകാൻ സാധിക്കുന്ന തരത്തിൽ നമ്മുടെ നയം, പരിപാടി, നിലപാടുകൾ അതിനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്ന കക്ഷികളുമായിട്ട് മാത്രമേ ബന്ധപ്പെട്ട് പോകാൻ നമുക്ക് പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അതേസമയം അസ്വാരസ്യങ്ങൾക്കിടയിൽ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ സജീവമാക്കുകയാണ് PV അൻവർ. ഇതിനോടകം തന്നെ അൻവറിന് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ ബേപ്പൂരിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. വിഷ്ണുപുരം ചന്ദ്രശേഖരന് മുൻപിൽ വാതിലടച്ചുവെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇതൊരു അനുഭവമാണ്, കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞ കാര്യം ഒരു ഉപദേശമായി കാണുന്നുവെന്നും ഉപദേശിക്കാൻ അദ്ദേഹത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടെന്നും VD സതീശൻ പറഞ്ഞു.
തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹമില്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുവാനാണ് താൽപര്യം. ഗുരുവായൂരിൽ മത്സരിക്കും എന്നത് മാധ്യമ വാർത്ത മാത്രമെന്നും കെ മുരളീധരൻ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ജനുവരിയിൽ മാത്രമേ ആരംഭിക്കൂ, ബാക്കിയെല്ലാം പാർട്ടി പറയും പോലെയെന്നും മുരളീധരൻ പ്രതികരിച്ചു. ഞാനിപ്പോൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് ഇവരെയൊക്കെ സഹായിക്കാൻ DCC പ്രസിഡന്റും KPC ഭാരവാഹികളൊക്കെ ഉണ്ട്. ഇവരെയൊക്കെ സഹായിക്കേണ്ട ചുമതലയാണ് എനിക്ക്. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ പോലെ ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കാനാണ് എനിക്ക് ആഗ്രഹം. മത്സരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. കൊച്ചി കോർപ്പറേഷനിൽ ആരാകും മേയറെന്ന് ഇന്നറിയാം. ഉച്ചയ്ക്ക് ശേഷം ചേരുന്ന കോർപ്പറേഷൻ കോർ കമ്മിറ്റിയിൽ തീരുമാനമുണ്ടായേക്കും. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ്, മഹിളാ കോൺഗ്രസ് നേതാവ് VK മിനിമോള്, ഷൈനി മാത്യു എന്നിവരുടെ പേരുകളാണ് പരിഗണനയിൽ. ഇന്നും തീരുമാനമുണ്ടായില്ല എങ്കിൽ KPCCയുടെ ഇടപെടൽ ഉണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 10 ദിവസം പിന്നിടുമ്പോഴും കൊച്ചി മേയർ ആരാകുമെന്ന തീരുമാനമായിട്ടില്ല. സ്റ്റേഡിയം ഡിവിഷനിൽ നിന്നുള്ള കൗൺസിലറും KPCC ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസിന്റെ പേരാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് മേയർ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഉയർന്നു വന്നിരുന്നത്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കം ദീപ്തി മേരി വർഗീസിന് വേണ്ടി നേരിട്ടെത്തി പ്രചരണം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ UDF കൗൺസിലർമാരിൽ 18 പേർ ലത്തീൻ സമുദായ അംഗങ്ങളായതിനാൽ ഈ വിഭാഗത്തിൽ നിന്നും ഒരാളെ മേയറാക്കണമെന്ന ആവശ്യവുമായി റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ രംഗത്തെത്തി. കൗൺസിലിൽ വ്യക്തമായ ഭൂരിപക്ഷം ഉള്ള സാഹചര്യത്തിൽ സാമുദായിക സംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല എന്നതാണ് കോൺഗ്രസിൽ നിന്നുള്ള ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങളിലേക്ക് KPCC കടക്കുമ്പോൾ സമുദായങ്ങളുടെ പിന്തുണ ഉറപ്പാക്കേണ്ടതുണ്ട് എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇന്നലെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, UDF ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ് N വേണുഗോപാൽ എന്നിവർ 42 കൗൺസിലർമാരുമായും നേരിട്ട് സംസാരിച്ചു. ഇതിൻ പ്രകാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചേരുന്ന കോർ കമ്മിറ്റിയിൽ മേയറെ തീരുമാനിക്കാനാണ് സാധ്യത. ഇതിന് കഴിഞ്ഞില്ലെങ്കിൽ KPCC നേരിട്ടാവും മേയറെ തീരുമാനിക്കുക. 2-3 ടീമുകളായി മേയർ സ്ഥാനം പങ്കുവയ്ക്കപ്പെടാനും സാധ്യതയുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയറെ കണ്ടെത്താനുള്ള ചർച്ചകൾ സജീവം. BJPയുടെ സ്ഥാനാർത്ഥിയെ 25-ന് തീരുമാനിക്കും. മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ കോൺഗ്രസും CPM-ഉം തീരുമാനിച്ചിട്ടുണ്ട്. 26-നാണ് മേയർ തിരഞ്ഞെടുപ്പ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ മാസം 26-നാണ് മേയർ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ്. എന്നാൽ ഇതുവരെ BJPയുടെ മേയർ സ്ഥാനാർത്ഥി ആര് എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഡിസംബർ 25-ന് മുമ്പ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടായേക്കും. മേയർ സ്ഥാനത്തേക്ക് VV രാജേഷ്, മുൻ DGP R ശ്രീലേഖ എന്നിവരുടെ പേരുകളാണ് സജീവമായി നിൽക്കുന്നത്. ഇരുവരുമല്ലാതെ മറ്റാരെങ്കിലും വരാനുള്ള സാധ്യതയും പാർട്ടി തള്ളിക്കളയുന്നില്ല. അതേസമയം മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ കോൺഗ്രസും CPM-ഉം തീരുമാനിച്ചിട്ടുണ്ട്. RP ശിവജി LDFന്റെ മേയർ സ്ഥാനാർത്ഥിയാകും. പുന്നക്കാമുകൾ വാർഡിൽ നിന്നുള്ള കൗൺസിലറാണ് RP ശിവജി. മത്സരത്തിൽ നിന്ന് വിട്ടുനിന്നാൽ രാഷ്ട്രീയമായി ദോഷം ചെയ്യുമെന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് CPM കളത്തിലിറങ്ങുന്നത്. UDF സ്ഥാനാർത്ഥിയെ നാളെ തീരുമാനിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. താറാവ് കോഴി കർഷകർക്ക് തിരിച്ചടിയായി വീണ്ടും പക്ഷിപ്പനി. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ഭോപ്പാലിലെ ലാബിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ക്രിസ്മസ് ന്യൂ ഇയർ വിപണി ലക്ഷ്യമിട്ട് കൃഷിയിറക്കിയ താറാവ് കോഴി കർഷകരാണ് നിലവിൽ പ്രതിസന്ധിയിലാകുന്നത്. ആലപ്പുഴയിൽ നെടുമുടി, ചെറുതന, കരുവാറ്റ, കാർത്തികപ്പള്ളി, അമ്പലപ്പുഴ തെക്ക്, പുന്നപ്ര തെക്ക്, തകഴി, പുറക്കാട് പഞ്ചായത്തുകളിൽ ഓരോ വാർഡിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. നെടുമുടിയിൽ കോഴികൾക്കും മറ്റുള്ളിടത്ത് താറാവിനുമാണ് രോഗബാധ. കോട്ടയത്ത് കുറുപ്പന്തറ, മാഞ്ഞൂർ, കല്ലുപുരയ്ക്കൽ, വേളൂർ എന്നീ വാർഡുകളിലാണ് രോഗബാധ. കാട, കോഴി എന്നിവയ്ക്കാണ് കോട്ടയത്ത് പ്രധാനമായും രോഗബാധ സ്ഥിരീകരിച്ചത്. നേരത്തെ കേരളത്തെ പക്ഷിപ്പനി മുക്ത സംസ്ഥാനമായി കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് പ്രഖ്യാപിച്ചിരുന്നു. ഈ പ്രതീക്ഷയിൽ കൃഷിയിറക്കിയ കർഷകരാണ് ഇപ്പോൾ കൂടുതൽ ദുരിതത്തിലായിരിക്കുന്നത്. വിഷയത്തിൽ മൃഗസംരക്ഷണ വകുപ്പ് അടിയന്തര നടപടികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2014-ൽ പക്ഷിപ്പനിയെ തുടർന്ന് കൊന്നൊടുക്കിയ പക്ഷികളുടെ നഷ്ടപരിഹാര തുക കർഷകർക്ക് ഇനിയും ലഭിക്കാനിരിക്കവെയാണ് അവരെ കൂടുതൽ ദുരിതത്തിലാക്കിക്കൊണ്ട് പുതിയ നടപടികളിലേക്ക് മൃഗസംരക്ഷണ വകുപ്പ് കടക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 50% വീതം നൽകേണ്ട നഷ്ടപരിഹാരത്തിന്റെ 12% കുറച്ചാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ഇത് കർഷകർക്ക് ഇനിയും ലഭിക്കാനുണ്ട്. പക്ഷികൾക്ക് വാക്സിനേഷൻ നൽകാൻ സർക്കാർ ഇടപെടലുണ്ടാകാത്തതും മറ്റൊരു പ്രതിസന്ധിയാണ്. നിരവധി പ്രതിസന്ധികളെ മറികടന്ന് കൃഷിയിറക്കുമ്പോൾ ഉണ്ടായിരുന്ന ഏക പ്രതീക്ഷയായിരുന്നു ക്രിസ്മസ് ന്യൂ ഇയർ വിപണി. എന്നാൽ പക്ഷിപ്പനി വീണ്ടും വില്ലനായി എത്തിയതോടെ ഏക പ്രതീക്ഷയും അവസാനിക്കുന്ന നിലയിലാണ് ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ താറാവ് കോഴി കർഷകർ. അമൃത ന്യൂസ്, ആലപ്പുഴ. സംസ്ഥാനത്ത് സ്വർണ്ണവില പവന് 1 ലക്ഷം പിന്നിട്ടു.
1600 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഗ്രാമിന് 12,700 രൂപയിലും എത്തി. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 43% വർധനവാണ് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഉണ്ടായത്. 2025 ജനുവരിയിൽ കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് വില 57,000 രൂപയായിരുന്നു. 11 മാസങ്ങൾക്കിടെ വില 43% ഉയർന്ന 1,01,600 രൂപയിലെത്തി. അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണവില $4,487 എത്തി. 2020-ൽ $2,000 അന്താരാഷ്ട്ര സ്വർണ്ണവില. US വെനസ്വേല ഭിന്നത രൂക്ഷമാകുന്നതും റഷ്യ യുക്രൈൻ സമാധാന നീക്കം പാളുമെന്ന ആശങ്കയും അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണവില ഉയരാൻ കാരണമായപ്പോൾ രൂപയുടെ മൂല്യത്തകർച്ചയാണ് രാജ്യത്ത് സ്വർണ്ണവില ഉയർത്തിയതിൽ പ്രധാന ഘടകം. അന്താരാഷ്ട്ര സ്വർണ്ണവില $4,500 എത്തിയതോടെ ആഭ്യന്തര വിപണിയിൽ സ്വർണ്ണവില 1,00,000 മുകളിലേക്ക് കുതിക്കുന്നു. സ്വർണ്ണവില കഴിഞ്ഞ 5 വർഷത്തെ വില പരിശോധിച്ചാൽ $2,500 വില വ്യത്യാസമാണ് അന്താരാഷ്ട്ര വിപണിയിലുണ്ടായത്. ആഭ്യന്തര വിപണിയിൽ 2020-ൽ 40,000 രൂപയായിരുന്ന സ്വർണ്ണ വിലയാണ് ഒരു പവന് ഇന്നിപ്പോൾ 1,00,000 രൂപ കടക്കുന്നത്. 60,000 രൂപയുടെ വില വ്യത്യാസമാണ് വന്നിട്ടുള്ളത്. അമേരിക്കയിൽ പലിശ നിരക്ക് കുറയ്ക്കുമെന്നുള്ള സൂചനകൾ, അതുപോലെ തന്നെ ഭൗമരാഷ്ട്ര സംഘർഷങ്ങൾ, ഡോളറിൻ്റെ മൂല്യശോഷണം തുടങ്ങിയവയെല്ലാം സ്വർണ്ണവില ഉയരുന്നതിന് കാരണമായിട്ടുണ്ട്. ഇന്ത്യൻ രൂപയുടെ ദുർബലാവസ്ഥയും സ്വർണ്ണവില വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. വൻകിട നിക്ഷേപകർ താൽക്കാലിക ലാഭമെടുപ്പ് നടത്തിയാൽ വിലയിൽ ചെറിയ കുറവ് വന്നേക്കാം. എന്നാൽ അന്താരാഷ്ട്ര വില $4,500 കടന്ന് മുന്നോട്ട് നീങ്ങിയാൽ കേരളത്തിൽ സ്വർണത്തിന് വീണ്ടും വലിയ തോതിൽ വില വർദ്ധിക്കും. സ്വർണ്ണ ഉപഭോഗത്തിൽ ഇന്ത്യയിൽ തന്നെ മുൻനിരയിലുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. കേരളത്തിൽ 2,000 ടണ്ണിലധികം സ്വർണം ജനങ്ങളുടെ കൈവശമുള്ളതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ ഒരു വർഷം നടക്കുന്ന സ്വർണം വിറ്റുവരവ് 125 മുതൽ 150 ടൺ വരെയാണ്. അതുകൊണ്ട് തന്നെ സ്വർണ്ണവിലയിലുണ്ടാകുന്ന വർധനവ് മലയാളികൾക്ക് നൽകുന്നത് വലിയ ആശങ്ക തന്നെയാണ്. അമൃത ന്യൂസ്, കൊച്ചി. സ്വർണ്ണവില 1,00,000 കടന്നപ്പോൾ ആശങ്കകൾ പങ്കുവച്ചും പരിഹാരങ്ങൾ നിർദ്ദേശിച്ചും പൊതുജനങ്ങൾ. തിരുവനന്തപുരത്തു നിന്നും പ്രജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മലയാളികൾ ഏറെ പ്രതീക്ഷിച്ചിരുന്ന ഒരു സാധനമാണ് ഈ സ്വർണ്ണവിലയിൽ 1,00,000 രൂപയാക്കുന്ന ഒരു സാധനം. എന്തായാലും ജനങ്ങൾക്ക് ആശങ്കയുണ്ടാവും. സ്വർണ്ണവില ആശങ്കകളും എല്ലാം തന്നെ ഉണ്ട്. 1,00,000 പ്രത്യേകിച്ച് കടന്നോടെ. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ഗേൾസ് കോളേജിന് സമീപത്താണ്. ഇവിടെ കുറച്ച് ചേച്ചിമാരുണ്ട് ഒപ്പം ചേരുന്നത്. ചേച്ചി, സ്വർണ്ണവില ഇന്ന് 1,00,000 എന്താണ് നിലവിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ ഒരു സ്വർണ്ണവില 1,00,000 ആയതുകൊണ്ട് തീർച്ചയായും കുറച്ച് ആശങ്കയുണ്ട്. നോർമലി നമ്മൾ കുറച്ച് ഗോൾഡൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നവരാണ്, യാത്ര ചെയ്യുന്നവരാണ്. അതിലൊരു പേടിയുണ്ട്. പിന്നെ പെൺമക്കളെ കല്യാണം കഴിപ്പിച്ചയക്കുന്ന അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല. കുറേ പേര് ഇപ്പം നാട്ടിൻപുറങ്ങളായാലും എല്ലാം കുടുംബങ്ങളെല്ലാം ആശ്രയിക്കുന്ന ഈ കല്യാണം, അതിന് സ്വർണം എടുക്കണം എന്നുള്ളൊരു ആദ്യം ഉണ്ടാവും മനസ്സിൽ. അപ്പോൾ അതിൽ ഈ ഒരു 1,00,000 രൂപയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി അവരുടെ മനസ്സെല്ലാം കുറച്ചൊന്ന് വിഷമത്തിലായിരിക്കും. അതിനെ നമുക്കൊന്ന് പോസിറ്റീവായിട്ട് കണ്ടുകൂടെ? എന്തുകൊണ്ട് നമ്മൾ സ്വർണം അല്ലെങ്കിൽ ആ ഒരു ലോഹത്തെ മാത്രം അതിനെ പറഞ്ഞ പോലൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റായി കണക്കാക്കുന്നത് ഇറ്റ്സ് ഓക്കെ. പക്ഷെ അതല്ലാതെ നമ്മൾ എന്താ പറയാ, പണ്ടത്തെ ആ ഒരു ട്രഡീഷണൽ രീതി പോലെ 100 പവൻ 101 പവൻ എന്താണ് അതിന്റെ ആവശ്യമില്ല. ഒരു കല്യാണമാണ്, നമുക്ക് റെന്റൽ ജ്വല്ലറീസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അതല്ലാത്ത ഓപ്ഷൻസ് ഉണ്ട്. സ്വർണം തന്നെ വേണം എന്നുള്ള എനിക്ക് തോന്നുന്നു. ചിലപ്പം ഭാവിയിൽ ഈ സ്ത്രീധനം തന്നെ ഇല്ലാണ്ടാവാനും മേ ബി ഈ സ്വർണ്ണവില ഒരു കാരണമായാലോ. നമുക്ക് പോസിറ്റീവായിട്ടും തിങ്ക് ചെയ്യാമല്ലോ. സ്ത്രീകളുടെ ഒരു പ്രതികരണം നമ്മൾ കേട്ടു. ഇനി അടുത്തതായിട്ട് നമുക്ക് ചേട്ടന്മാരുടെ അടുത്തേട്ട് പോകാം. ചേട്ടാ, ചൂടുണ്ടോ ചായക്ക്? ചായ ചൂടുണ്ട്. അതുപോലെ ഒരു ചൂടുള്ള ഒരു വാർത്ത പറയട്ടെ. സ്വർണത്തിന് 1,00,000 രൂപയായിട്ടുണ്ട്. പെൺകുട്ടികളെ കെട്ടിച്ചായ്ക്ക് ആക്കൂല, നമ്മളെ പാടുപെടേണ്ടി വരും. അതാണ് എന്ത് ചെയ്യാൻ. സ്വർണ്ണ വില കൂടിക്കൊണ്ടിരുന്ന പാവപ്പെട്ടവര് ബുദ്ധിമുട്ടും, അത്രേ ഉള്ളൂ. ആശങ്കയാണ്. അപ്പോൾ ആശങ്കയാണ്. പുതിയ തലമുറയിലെ പിള്ളേർക്ക് ഈ സ്വർണ്ണത്തോടത്ര കമ്പില്ല എന്നാണ് പറയുന്നത്. സ്വർണ്ണം കിടക്കുന്ന പൈസ കൊടുത്ത് കെട്ടിച്ച് വിടുക, അത്രേ നടക്കുള്ളൂ. ഈ നിലവിൽ ഈ ഒരു സ്വർണത്തിന്റെ വിലയൊക്കെ 1,00,000 ആവുമ്പോഴേ പതിയെ ഈ സ്വർണം കൊടുക്കുക എന്നുള്ള ഒരു ചടങ്ങ് ഒഴിവാക്കും. കയറും. കല്യാണമൊക്കെ രജിസ്റ്റർ ചെയ്തങ്ങ് കെട്ടിച്ച് വിട്ടാൽ മതി, അതാണ് നടക്കുള്ളൂ. അവർ പറയുന്നത് തന്നെ കറക്റ്റ്. 1,00,000 ആകുമ്പോൾ പെൺകുട്ടികളെ കെട്ടി കൊടുക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാവും. ഇത് ഗവൺമെന്റാണ് അത് കണക്കാക്കി കുറയ്ക്കേണ്ടത് എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? ഗവൺമെന്റ് ചെയ്യേണ്ടതില്ല, നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അമ്മച്ചി, ചൂടുള്ളൊരു വാർത്തയുണ്ട്. 1,00,000 രൂപയെ സ്വർണ്ണവിലയ്ക്ക്. അറിഞ്ഞോ? ഞങ്ങൾ സ്വർണ്ണം ഉപയോഗിക്കാറില്ല, എങ്കിലും സ്വർണത്തിന് ഭയങ്കര തീവണ്ട വിലയായി. 1,00,000 രൂപയത് അറിഞ്ഞോ? അറിഞ്ഞു. എന്താ ആശങ്കയുണ്ടോ അതിന്? അയ്യോ, അത് ഭയങ്കര വിലയല്ലേ. ഇവിടെ പാവപ്പെട്ട ഒരു കൊച്ചുങ്ങൾക്ക് ഒരു കാര്യം വന്ന് എങ്ങനെ ഒരു സ്വർണം വാങ്ങിക്കും? പുതിയ ഒരു കാലഘട്ടത്തിലെ പിള്ളേർക്ക് സ്വർണത്തോടുള്ള കമ്പം അത് പതിയെ ഇല്ലാതാവുന്നു എന്നുള്ളതാണ് ഈ പ്രതികരണങ്ങളെല്ലാം തന്നെ മനസ്സിലാവുന്നത്. ക്യാമറ പേഴ്സൺ ചന്ദ്ര ജോസിനോടൊപ്പം പ്രജിത്ത്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.
പാലക്കാട് വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ശക്തമാക്കാൻ സംസ്ഥാന തലത്തിൽ സമ്മർദ്ദം ശക്തമാക്കാൻ ഛത്തീസ്ഗഡ്. സംഭവം ദൗർഭാഗ്യകരമെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി കേരളം സ്വീകരിക്കണമെന്നും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദേവ്സായി ആവശ്യപ്പെട്ടു. അതേസമയം കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസിന് വീഴ്ച പറ്റിയെന്നും ആരോപണമുണ്ട്. 2 പ്രതികളെ കൂടി പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കേസിൽ 15 പേർ കൃത്യത്തിൽ നേരിട്ട് ഉൾപ്പെട്ടതായി ആണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കേസിൽ നിലവിൽ അറസ്റ്റിലായ പ്രതികളെ കസ്റ്റഡിയിൽ ലഭിക്കാൻ പോലീസ് നാളെ കോടതിയിൽ ഹർജി നൽകും. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത്ത് ചേരുന്നുണ്ട്. പ്രജിത്ത്, ഈ ഒരു അന്വേഷണത്തിന്റെ ഘട്ടം എങ്ങനെയാണ് നീങ്ങുന്നത്? സംസ്ഥാന സർക്കാരിന്റെ ഒരു ഇടപെടൽ എങ്ങനെയാണ് പ്രജിത്ത്? അശ്വതി, തീർച്ചയായും അന്വേഷണത്തിന് ഇപ്പോൾ അല്പം കൂടി വേഗത വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ നൽകാനാവുന്ന വാർത്ത. ഇതിൽ ഛത്തീസ്ഗഡിന്റെ സംസ്ഥാനത്തിന്റെ നേരിട്ടുള്ളൊരു സമ്മർദ്ദം കൂടിയും കേരളത്തിന് മേൽ വരുമ്പോൾ അത് എന്ത് തന്നെയായാലും കൂടുതലായുള്ള അന്വേഷണ പുരോഗതിയിലേക്ക് നീങ്ങാനാണ് സാധ്യത. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും വലിയ രീതിയിലുള്ള നിലപാട് തന്നെ എടുക്കാനാണ് സാധ്യത. അന്വേഷണം സമയബന്ധിതമായി പൂർത്തിയാക്കാനും അതുപോലെ തന്നെ പ്രതികൾക്കെതിരെ കൂടുതൽ ശക്തമായ വകുപ്പുകൾ ഉൾപ്പെടുത്തുവാനുമാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ഈ നിർദ്ദേശം പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിക്കാനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ കേസിലുമായി ബന്ധപ്പെട്ട് 5 പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ വിട്ടുകിട്ടുന്നതിനും കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുവാൻ വേണ്ടിയാണ് പ്രതികളെ കസ്റ്റഡിയിൽ വിടണമെന്ന ആവശ്യവുമായി പോലീസ് ഇപ്പോൾ കോടതിയെ സമീപിക്കുന്നത്. ഈ കസ്റ്റഡി അപേക്ഷ നാളെ കോടതിയിൽ സമർപ്പിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ ലഭിക്കുന്നത്. കേസിൽ 15 പേർ കൃത്യത്തിൽ നേരിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ദൃശ്യങ്ങൾ, ഈ മർദ്ദിച്ച രാംനാരായണനെ മർദ്ദിക്കുന്ന സമയത്ത് എടുത്ത ദൃശ്യങ്ങളടക്കം പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പുകളിലടക്കം പ്രചരിച്ചിരുന്നു. എന്നാൽ ഇയാൾ മരിച്ചെന്ന് ഉറപ്പാക്കിയ ശേഷം ഇവർ ഈ ദൃശ്യങ്ങളടക്കം നശിപ്പിക്കുന്ന കാഴ്ചകൾ വരെ ഉണ്ടായി എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഈ ഫോണുകളടക്കം നശിപ്പിക്കുന്ന, വ്യാപകമായി നശിപ്പിക്കുന്ന എന്നാണ് പറയുന്നത്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ഊർജിതമാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ശരി, വിവരങ്ങളാണ് പാലക്കാട് നിന്നും പ്രജിത്ത് നൽകിയത്. മറ്റു വാർത്തയിലേക്ക്, നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകാൻ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. DGPയുടെയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെയും ശുപാർശകൾ അംഗീകരിച്ചാണ് സർക്കാർ അനുമതി നൽകിയത്. 8ാം പ്രതി ദിലീപ് ഉൾപ്പെടെയുള്ള 4 പേരെ കുറ്റവിമുക്തരാക്കിയ നടപടിയെ ചോദ്യം ചെയ്താണ് സർക്കാർ അപ്പീൽ നൽകുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 8ാം പ്രതി ദിലീപ് ഉൾപ്പെടെയുള്ള 4 പേരെ കുറ്റവിമുക്തരാക്കിയ നടപടിയെ ചോദ്യം ചെയ്താണ് സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നത്. കേസിലെ നിർണായകമായ ഡിജിറ്റൽ തെളിവുകൾ തള്ളിയത് നിസാര കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണെന്നാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂട്ടറും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും ചൂണ്ടിക്കാട്ടുന്നത്. ഇരുവരുടെയും ശുപാർശകൾ അംഗീകരിച്ചാണ് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. ക്രിസ്മസ് അവധിക്ക് ശേഷം കോടതി തുറക്കുന്നതോടെ അപ്പീൽ ഫയൽ ചെയ്യാനാണ് നിലവിലെ തീരുമാനം. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അതിജീവിതം നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് അപ്പീൽ നടപടികൾ വേഗത്തിലാക്കാൻ സർക്കാർ തീരുമാനിച്ചത്. കേസിൽ പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പ്രതികൾക്ക് 20 വർഷം കഠിന തടവ് വിധിച്ചെങ്കിലും ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദിലീപിനെ വിചാരണ കോടതി വെറുതെ വിട്ടത്. എന്നാൽ കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ശക്തമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്നും ഉയർന്ന കോടതിയിൽ ഇത് തെളിയിക്കാൻ കഴിയുമെന്നുമാണ് പ്രോസിക്യൂഷന്റെയും അന്വേഷണ സംഘത്തിന്റെയും നിലപാട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബംഗ്ലാദേശിൽ ഹിന്ദു യുവാവിനെ ആൾക്കൂട്ടം കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് വിശ്വഹിന്ദു പരിഷത്ത് പ്രവർത്തകർ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുൻപിൽ പ്രതിഷേധിച്ചു. ബാരിക്കേഡുകൾ തകർത്ത പ്രവർത്തകർ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. നേരത്തെ തന്നെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് സമീപം കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മേഖലയിൽ വൻ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. Sharanamritam powered by Dhanalakshmi Bank, banking on relationships forever. Swamiye Sharanamritam. ശബരിമല മണ്ഡലപൂജയ്ക്ക് കലിയുഗവർദ്ധനായ അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുള്ള രഥഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു. വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങിയ 26 വൈകിട്ട് ദീപാരാധനയ്ക്ക് മുൻപ് ഘോഷയാത്ര സന്നിധാനത്ത് എത്തും. ആറന്മുള ക്ഷേത്രത്തിലെ പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് രഥഘോഷയാത്ര ആരംഭിച്ചത്. പുലർച്ചെ 5 മുതൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്കായി തങ്കയങ്കി ദർശനം ആരംഭിച്ചിരുന്നു. നിരവധി പേരാണ് ഈ സമയം ദർശനം നടത്തിയത്. രാവിലെ 7 മണിയോടെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ദേവസ്വം പ്രതിനിധികൾ ചേർന്ന് തങ്കയങ്കി പ്രത്യേകം തയ്യാറാക്കിയ രഥത്തിലേക്ക് ആനയിച്ചു.
രഥം കടന്നുപോകുന്ന വഴികളിൽ ഭക്തർ നിലവിളക്കും നിറപറയും ഒരുക്കിയിരുന്നു. സായുധ പോലീസ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സന്നാഹങ്ങളോടെയാണ് തങ്കയങ്കി ഘോഷയാത്ര. വിവിധ ക്ഷേത്രങ്ങളിലെയും ഇടത്താവളങ്ങളിലെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി 26 വൈകിട്ടോടെ ഘോഷയാത്ര സന്നിധാനത്തെത്തുന്ന തങ്കയങ്കി തന്ത്രിയും മേൽശാന്തിയും ദേവസ്വം ബോർഡ് ഭാരവാഹികളും ചേർന്ന് ഏറ്റുവാങ്ങും. തുടർന്ന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. 27-നാണ് മണ്ഡലപൂജ. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തങ്കം കൊണ്ട് നിർമ്മിച്ച നടക്കിവെച്ച 450 പവൻ തൂക്കമുള്ള ആഭരണങ്ങളാണ് തങ്കയങ്കി. തിരുമുഖം, തിരൂടൽ, കിരീടം, തൃപ്പാദം എന്നിവ ഇതിലുൾപ്പെടും. ശബരീശന് ഇവ ചാർത്തിയാണ് ശബരിമലയിൽ മണ്ഡലപൂജ നടത്തുക. അമൃത ന്യൂസ്, പത്തനംതിട്ട. ശബരിമലയിൽ വീണ്ടും 1 ലക്ഷം കടന്ന ഭക്തരുടെ എണ്ണം 1,5738 തീർത്ഥാടകർ ഇന്നലെ 18-ാം പടി ചവിട്ടി. ഇന്ന് പുലർച്ചെ മുതൽ ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം 50,000 കടന്നു. മണിക്കൂറിൽ 5000-ത്തിലധികം തീർത്ഥാടകരാണ് 18-ാം പടി ചവിട്ടുന്നത്. ആഘോഷങ്ങളും ആചാരങ്ങളും തനിമയും പ്രൗഢിയും ചൊരാതെ നെഞ്ചിലേറ്റുന്നവരാണ് ഡൽഹി മലയാളികൾ. ക്രിസ്മസിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അവർ. പ്രത്യേക പ്രാർത്ഥനയും കരോളുമൊക്കെയായി ഡൽഹിയിലെ ക്രൈസ്തവർ ആഘോഷത്തിന്റെ നിറവിലാണ്. ചുവന്ന തൊപ്പിയും ചുവന്ന വസ്ത്രങ്ങളും ധരിച്ച് പാട്ടുപാടി സമ്മാനങ്ങളുമായി ഇനി സാന്റയുടെ വരവാണ്. ഡിസംബർ ആദ്യവാരത്തോടെ ക്രിസ്മസിനുള്ള ഒരുക്കങ്ങൾ എല്ലായിടത്തും തുടങ്ങും. ക്രിസ്മസ് ട്രീയും നക്ഷത്രങ്ങളുമൊക്കെയായി പള്ളികളും വീടുകളുമെല്ലാം ആഘോഷത്തിലാകും. യേശുദേവന്റെ തിരുപ്പിറവി അറിയിച്ച കരോളുകൾ വീടുകളിലേക്കെത്തും. ദിൽഷാദ് ഗാർഡനിലെ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് പള്ളിയുടെ നേതൃത്വത്തിൽ 40 പേരടങ്ങുന്ന സംഘമാണ് തിരുപ്പിറവി ഗാനങ്ങളുമായി ക്രിസ്മസിനെ വരവേൽക്കുന്നത്. ഡൽഹിയിലെ അതിശൈത്യത്തെയും അവഗണിച്ച് കരോൾ സംഘം ഭവന സന്ദർശനം നടത്തുകയാണ്. അതിതീവ്ര തണുപ്പിലും ആ ഒരു തണുപ്പിനെ ഒന്നും വകവയ്ക്കാതെ ലോകം മുഴുവനും സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായിട്ട് ജനിച്ച ആ ക്രിസ്തുവിൻ്റെ ജനനത്തിന് സന്ദേശം അറിയിച്ചുകൊണ്ട് ദിൽഷാദ് ഗാർഡൻ സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നിന്നും എല്ലാ വീടുകളിലേക്കുമായി കരോൾ ഇറങ്ങുകയാണ്. അപ്പോൾ ആ സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു ക്രിസ്മസ് എല്ലാവർക്കും ആശംസിക്കുന്നു. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. 45ഓളം കുടുംബങ്ങളാണ് ഇടവകയിൽ ആകെയുള്ളത്. 5 ദിവസമാണ് കരോളുമായി വിശ്വാസികൾ വീടുകളിലേക്ക് എത്തുക. ഏറ്റവും ഒടുവിൽ താഹിർപൂരിലെ മദർ തെരേസ കോൺവെന്റിലെത്തി അന്തേവാസികൾക്കൊപ്പം ക്രിസ്മസ് ആഘോഷം. ആൻസി ജോബിയുടെ നേതൃത്വത്തിലാണ് കരോൾ സംഘത്തിന്റെ ഭവന സന്ദർശനം. ജോഷി കെ ബി, ജോഷി കുര്യൻ, ആൽബി പീറ്റർ എന്നിവർ ഗായക സംഘത്തിനും നേതൃത്വം നൽകുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കായിക വാർത്തകൾ നോക്കാം. ഇന്ത്യ ശ്രീലങ്ക വനിതാ 2ാം T20 മത്സരം ഇന്ന് വൈകിട്ട് 7 മണിക്ക് വിശാഖപട്ടണത്താണ് മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ആദ്യ കളി ഇന്ത്യ ജയിച്ചിരുന്നു. വിശാഖപട്ടണത്ത് നടന്ന മത്സരത്തിൽ ഇന്ത്യൻ വനിതകൾ 8 വിക്കറ്റിന്റെ ആധികാരിക ജയം സ്വന്തമാക്കിയിരുന്നു. ഫീൽഡിംഗിലെ പിഴവുകളെ ബോളിംഗ് മികവും ബാറ്റിംഗ് കരുത്തുമായി ടീം ഇന്ത്യ മറികടന്നു. പരമ്പരയിലെ അവസാന 3 മത്സരങ്ങൾക്ക് തിരുവനന്തപുരം കാര്യവട്ടം സ്റ്റേഡിയം വേദിയാകും. മത്സരങ്ങൾക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. വനിതകൾക്കും വിദ്യാർത്ഥികൾക്കും 125 രൂപയും ജനറൽ ടിക്കറ്റിന് 250 രൂപയും ഹോസ്പിറ്റാലിറ്റി സീറ്റുകൾ 3000 രൂപയുമാണ് നിരക്കുകൾ.